പിടിച്ചോട്ടാ, സ്ലിപ്പായി പോണ്ടോ? പിടിച്ചോണേ, കൈ വയ്യാത്തോണ്ടാട്ടോ. പിടിച്ചിട്ടുണ്ട്, പേടിക്കണ്ടോ? ഞാൻ എന്റെ കയ്യേറ്റുപോയാലും ഞാൻ കയറുന്നു വിടൂല. ആ ഇവിടെ ലെറ്റർ ഒന്ന് ഇറക്കി വിട് സുഖു. ഓക്കെ അല്ലേ? കുഞ്ഞാതേ പറയണ്ടാ. ഈ കൊട്ട ഇങ്ങനെ ഫുള്ളായിട്ട് നിറയ്ക്കണമെന്നില്ല. ഞാൻ രണ്ടായിട്ട് കളഞ്ഞോളാം. അടിച്ചോണ്ടിരിക്കുക. ജാതിക്ക് ഞായറാഴ്ച ഇറച്ചൊന്നും മേടിച്ചില്ലേ? ജാതി ഹെൽത്തിയാടാ. എന്റെ പുള്ളി സുധാരം നിന്റെ പിള്ളേർക്ക് കിണറ്റിൽ കളിക്കാൻ. കുഞ്ഞായി സാധനം മണ്ടാ ഇറക്കേണ്ട. പാച്ചനിപ്പോ എന്ത് ചെയ്യുക? ഞാനിങ്ങനെ സൂചേന്റെ കൂടെ. അതിന് സുഖിനിപ്പോ കട കച്ചവടമൊന്നും ഇല്ലല്ലോ. അല്ല അങ്ങനല്ല, മൊത്തത്തിലൊന്നും നന്നാവാനായിട്ട് വീട്ടുകാർ വിട്ടതാ. അപ്പൊ ശമ്പളം ഒന്നും ഇല്ല. ചേട്ടൻ എന്താ പണി? എനിക്ക് സർക്കാർ ജോലിയാ, KSRTC. അപ്പൊ ശമ്പളം വരും. വരും വരും വരും. സുധാര കുറച്ച് കട്ടക്കൊക്കെ ഒഴുക്കി വെറുതെ പാച്ചോളം കുടിച്ച് വേറെ ഇറക്കാൻ. എന്താ ഒരു ചക്ക ഇട്ടതാടാ? എത്ര നാളായിടാ പറയണത്? ഇപ്പഴാ പണിയിലാണ്. കണ്ടൂടെ? ഒരു ചക്ക ഇട്ടാടാ. പൊക്കുതേ വരേണ്. കഴിഞ്ഞിട്ട് വരാം. അവിടെ വെള്ളോടിയാണെന്ന് എനിക്കറിയാം. എന്തുന്നാ അധ്വാനിക്കണ കണ്ടില്ലേ? സഹായിക്കാൻ പാടില്ല. കൈവയടി, കൈവയ്യുന്നു. ഒന്നിറക്കി കൊടുത്തേർക്കാം. അത്യാവശ്യം വല്ലവരും വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ അവന് ഭയങ്കര ഉത്സാഹമാണ്. കട്ടൻ ചായയാണ് സൂചേട്ടാ. മനസ്സിലായി. നീ പോണില്ലേ പണിക്കൊന്നു? നൈറ്റ് ഡ്യൂട്ടിയാ. പണിയൊക്കെ പഠിച്ചോ? പഠിച്ചെന്നെ. എനിക്കൊരു പാൽച്ചായ. ശരിയടി. നീ ഒഴിച്ചേ ഇവിടെ വെള്ളോടിയായിരിക്കുന്നു. കട്ടിക്കൊഴുകി. എടാ സുഖു, നിനക്ക് കള്ളു വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം. ആ ചക്ക ഒന്ന് ഇട്ട് തരാമോ? എന്റെ കാല് പിടിക്കെന്താ? എന്റെ അമ്മ ഒന്ന് പോയമൊന്ന്. ഞാൻ ഇട്ടുതരാന്ന്. നീ ചക്ക ഇടൂല, മാങ്ങ ഇടൂല. ചെല്ലാമോന്ന് ഒന്ന് പോയെ. ആ നിങ്ങളുടെ കെട്ടും ചക്കിട്ടുണ്ടോ? ഡിസ്ക് തീർന്ന മനുഷ്യൻ. അയ്യോ, നോക്കി ഇറക്കി വെക്കട്ടെ. ഇനി പറ്റി കഴിഞ്ഞാൽ നോക്കാൻ. അമ്മ കലിപ്പാണോടാ? എന്തടാ? ചായ ആയിരുന്നു. ചായ പറഞ്ഞിട്ട് കൊടുക്കണ്ട. അമ്മ, ഞാൻ പറഞ്ഞല്ലേ ഷഡ്ഡി മഴ പെയ്യുമ്പോ അത്തെടുത്തടായി. ഞാൻ എന്നിട്ടുണ്ട് പോയിനി. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞാളാ. എടി കുഞ്ഞി, എടി കുഞ്ഞി, കുഞ്ഞി നീ ഇവിടെ വന്നേ. എന്താടാ ഇതെന്തുന്നത്? ഞാൻ എന്നിട്ടുണ്ടോ ഇനി? എടാ മറന്നു പോയടാ ഞാൻ. നിനക്ക് ഇട്ടോണ്ട് പോകാനൊന്നും ഇല്ലേ? സുഖഭൂമിയിലൊന്നും ഉടുക്കാതെയാണ്. അതുകൊണ്ട് ഇന്നൊരു ദിവസം തന്നെ ബാധിക്കാതൊക്കെ എനിക്കറിയാം കേട്ടാ. പൊന്നോ, ഷഡ് ഇടാതെ പോണേനാണ് ഇത്രയും വലിയ ഡയലോഗ്. ഒന്ന് പൗഡർ കൊടുത്തു. നിനക്കായിരുന്നു ചക്കപ്പുഴുക്ക്. ഇതാ വേണോ? ഈ മഴയത്ത് എന്താടാ പുറത്ത്? അകത്ത് കയറിയിരുന്നൂടെ? ഓ വേണേ കയറി. ഓ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പാച്ചാ, ഞാൻ നിന്റെ മടിയിൽ കയറുന്ന വണ്ടി ഓടിക്കട്ടെ? അപ്പൊ സൂചേട്ടൻ അവിടെ ഇരിക്കും. സുഖച്ചേട്ടൻ വരുമ്പോഴല്ലേ, അപ്പൊ നോക്കാം. ഈ മഴയുള്ളപ്പോ പുറത്തൊന്നും പോണ്ട. ഇത്രയും ബുദ്ധിമുട്ടി എങ്ങോട്ടാ? എടാ ഒന്ന് കേറി പാച്ചോ. ഒന്ന് കേറി 3 പേരും കൂടി ബൈക്ക് പോകണ്ട. നിന്റെ ഷുഗർ ഡാഡി അല്ലേ? അയ്യേ, ഷുഗർ ഡാഡിയാ? എന്താ ഷുഗർ ഡാഡി? മുതലാളി. ഞങ്ങൾ തൊഴിലാളി മുതലാളി മാർക്കറ്റ് വഴി പോയാൽ മതി. കുഞ്ഞായി രാവിലെ വള്ളിയൊന്നും പിടിക്കില്ലട്ടാ. വണ്ടി എടുക്കാൻ പോകണം. ഓ, നാളെ വന്നിരിക്കുന്ന സാൻഡ്വിച്ച് അടിച്ച് പോകണ്ടല്ലോ. ബുള്ളറ്റിൽ പോവാം അല്ലേ സൂചേട്ടാ? ഓ, ഞാൻ താക്കിന്ന് സീറ്റിലേക്ക്. ഈ കായർക്ക് പ്രാധാന്യമുള്ള പാട്ടെങ്കിലും ചന്ദ്രേട്ടാ, നിങ്ങളുടെ പ്രായമുള്ള ക്ലവർ അടിച്ചപ്പോ ഇവിടെ ഒന്ന് ഞങ്ങളെ തന്നു പോയി വെക്കണം. എന്നാ ഞാൻ മേടിച്ചത് കുപ്പിയായിട്ട് അങ്ങ് പൊക്കോട്ടെ. കൊടുത്തത് പ്രായമുള്ള എന്നിട്ട് കുപ്പിയുടെ കണക്ക് പറഞ്ഞു വന്നേക്കണേ. ഞാൻ പണിക്ക് പോയി കാശ് കൊണ്ട് പഠിച്ചതല്ലേ. സൂചേട്ടാ, ഇന്ന് ഒരുപാട് ഇറണ്ടി വരുമല്ലോ.
കേറണതെങ്കിലും ഒത്തുവിടും. ചേട്ടാ എനിക്കിടെ സൂചേട്ടൻ വലിയ കൊല ഇട്ടല്ലോ. എന്റെ കരിക്ക് തന്നാക്കേ. സൂചേട്ടാ തേങ്ങ ഇടല്ലേ, ഞാൻ കരിക്കെടുക്കാൻ വരുവാണ്. അയ്യോ എടാ ഓടി വേടാ. വിളിക്കാം. ഇവിടെ എത്ര നേരം ഇങ്ങനെ ഇരിക്കാനാ? വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. കുറച്ചേരത്തെ കാര്യമുള്ളൂ. പിന്നെ ചേട്ടാ പ്രേമാവുമ്പോ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. മെനങ്ങാന്നല്ല നമ്മള് പ്രേമായ. അതിന് ഇത്ര റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ ഓഫീസിലും വീട്ടിലും എല്ലാം കയറി നിരങ്ങുക. ഇവിടെ എന്തായാലും വരൂല. പേടിച്ചു തോന്നി. അയ്യോ ഇവളാ എടി സുമ്മേ, ഇവക്കൊരു പണി അറിയാൻ പാടില്ല. വേറെ ഡോക്ടർമാരെങ്കിലും വിളിക്കണം. ഹലോ ഹലോ, ഡോക്ടർ എവിടെയാ? സൂചേട്ടൻ എങ്ങനെ കൊണ്ടുവന്നേക്കുന്നു? ഇനി എന്താ വേനുണ്ടോ? വേനുണ്ട്, കൈക്ക് കാലം എല്ലായിടത്തും വേനുണ്ട്. സൂചേട്ടൻ ശ്രദ്ധിക്കണ്ടേ? പോടി കൊടുത്തു അവിടെ കിടക്കണം. സൂചേട്ടൻ എന്തെങ്കിലും പറ, ഭയങ്കര സൈലൻസ്. ഓക്കെ ഓക്കെ. സൂചേട്ടൻ എക്സ്ട്രാ സൂചേട്ടൻ സത്യം തരാം. എന്തിനാന്ന് എടാ വീട്ടിൽ പറഞ്ഞോടാ. അയ്യോ അമ്മ അലമ്പുണ്ടാക്കും. നിങ്ങൾ പോക്കോ, അലമ്പാക്കും, ഉറപ്പാണ് അലമ്പുണ്ടാക്കുന്നു. വിളിക്കാ പോ. എടാ നീ പോളേ. ഞാൻ പോകുന്നില്ല സൂചേട്ടാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മൂന്ന് ചകളടിച്ച് വിളിക്കൂട്ടെ, വേണേ പൊക്കോ നീ. ഇതെന്തത്? തട്ടില്ലല്ലോ സൂചേട്ടാ. ആൾക്കാരോട് കൂടുന്നു. കുപ്പിയെടുത്ത് വെച്ചാ? അയ്യോടാ, അടച്ചേന് വെച്ചാ? വച്ചുണ്ടാവും. അടച്ചില്ലെങ്കിൽ അവന്മാരെ അടിച്ചുണ്ടാവും. അപ്പൊ എന്നൊരു ലഹരി വിരുദ്ധ പോസ്റ്റ്. നിന്റെ വീട്ടുകാര് കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കല്ലേ? എന്ത് കുഴപ്പം? കല്യാണം കഴിഞ്ഞാണ്ട് കുട്ടികളൊക്കെ ആയാലും ഓക്കെ. ഈ രണ്ട് കുട്ടികള് അവന് ഓടിക്കളഞ്ഞടി. ഒറ്റ ഓട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഫാമിലി ഭയങ്കര വെച്ചിട്ടേ ഇങ്ങനത്തെ പൈമറ സെറ്റ് ആവില്ല. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ ഡേ. നീ എന്തിനൊക്കെ ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടു വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഇങ്ങനെ ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എന്നൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. വേണ്ട, ഗുണ്ടയല്ലേ, കണ്ടുപിടിച്ചാ അടങ്ങ്. ആക്സിലേറ്റർ ടൈറ്റാ, സീറ്റ് ഹാർഡാ, ഫുള്ള് ഗ്യാപ്പാണല്ലോ. കണ്ണാടി കൊള്ളാം. ഇടർക്കടാ എന്നോട് പ്രാന്തല്ല കേട്ടോ, എല്ലാം കൂടി വലിച്ചോർത്ത് പള്ളേ കളഞ്ഞു. എടാ കീങ് എടുത്തേ. എന്തിന്? എന്റെ വണ്ടി ഞാൻ ഓടിക്കോളൂ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, വല്ല കുഴപ്പമുണ്ടോ നോക്കാലോ. ഓടിച്ചോക്കി കുഴപ്പമുണ്ടെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഒന്നല്ല, കാറ്ററിംഗ് അല്ലേ. ഒറ്റക്കാലയിലാണേലും അഹങ്കാരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. കള്ളുടിച്ച് എങ്ങനെ വേണല്ലേ വയ്യാത്തൊരു കൊച്ച്. സുജിത് കുമാറിനൊരു കത്തുണ്ട്. ഞാനൊന്നുമല്ല സുകുമാർ. ഹലോ, അത് ഞാനാ.
ഇത്ര അടിപൊളി പേരുണ്ടായിട്ടാണോ സൂചേട്ടൻ ഇത് ഇട്ട പേരിട്ട്? ഇതെന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ പേരാ. എന്റെ സുഖു. അമ്മേ മാങ്ങ കൊണ്ടവളെ. ഒരു മിനിറ്റ് പോലേട്ടാ ചക്കയുടെ ആരാ. ഇത്ര എണ്ണം ഉണ്ടായിട്ടാണോ സൂചേട്ടാ? അന്ന് വന്ന കല്യാണക്കാരി എന്തായി മോളെ? അത് പോയി വേറെ നോക്കുന്നുണ്ടമ്മ. ആലോചിക്കുമ്പോ ടെൻഷനാ. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. അതും ശരിയാ. നീ കണ്ടറിഞ്ഞു ചെയ്യ് മോളെ. സുഖുച്ചേട്ടന്റെ ഉള്ളാകുമ്പോ ഈ പഞ്ചായത്ത് മൊത്തം കണ്ടതാണല്ലോ. എടാ ഞാൻ പോണേ. അമ്മ പോട്ടെ. വേം വാ. എന്തി പോയ കിളിയൊക്കെ ഇന്ന് ഇപ്പൊ ഇവിടെ വെച്ച് കാശ് തന്നാ നിന്റെ പ്രശ്നം. എല്ലാം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല ഇവിടെ കിടന്നു. ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാൾ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വെക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ഇന്നിപ്പോ സ്റ്റെപ്പ് 1 മാത്രം മതി. പൊക്കോ. തിരിച്ചേക്കണേ. എന്താടാ എടാ നീ കരഞ്ഞുകൊണ്ടെന്ന് ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ യാതൊരു വികാരവും ഇല്ല. മനസ്സിലായോടാ? എന്താടാ മധുര മധുര മൃദു മാമ മീനാക്ഷി. എനിക്ക് ചേട്ടനോട് ഭയങ്കര ആരാധന. മധുര മധുര മൃദു മാമ മീനാക്ഷി. ഈ ആരാധന എന്ന് വെച്ചാ ഈ പ്രേമം. പ്രേമം. പ്രേമം എന്തോടെ നോക്കണ? എന്ന് മുതലാണ് ഈ പ്രേമം? ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞേ? 8606600. ഓക്കെ ഓക്കെ, അല്ല ഞാൻ വിളിക്കാട്ടോ. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനകത്ത് ഉപ്പലോടച്ചിട്ട് പറ. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചേട്ടാ. ഇതാണ് നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈവൻ ഇത്രയൊക്കെ മതി. കൊട്ടാരക്കര കുണ്ടാവിള വീട്ടിൽ ബാബുവിന്റെയും രാധയുടെയും ഇളയ മകനായ ശ്രീജിത്ത് ബാബു മോനുസിന് സുഗു സുജിത് കുമാർ ആൻഡ് ഫ്രണ്ട്സിന്റെയും അനിത സ്റ്റിക്കർ വർക്കിന്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീജിത്ത് ബാബു. ഒന്ന് അനങ്ങി ചെയ് സൂചേട്ടാ. ഏത്? ഇത് ഈ അവസാനത്തെ മറ്റാണെങ്കിൽ ചെയ്യാലോ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നു സുമേ, ഇതിന് നന്നാക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇതിന്റെ മോട്ടറൊക്കെ പോയി. ഒരു പഴയ മോട്ടർ വെച്ച കുഞ്ഞായി. ഇനി ഈ മിക്സിയുടെ ആകെയുള്ളത് ഇതാ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് വൈകുന്നേരം ചമ്മന്തി അരയ്ക്കാനുള്ള. ചമ്മന്തി ഞാൻ വീട്ടിൽ നിറച്ചുകൊണ്ട് തന്നാൽ മതിയോ? എന്നെ ഇന്നൊന്ന് രക്ഷപ്പെടുത്താനും. അതൊരു 7:30 ആകുമ്പോ കൊണ്ടുവന്നാ മതി. 7:30. ഞാൻ തമാശ പറഞ്ഞാ. ബാബു മോനൂസ്. ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ടുള്ള കാര്യമുണ്ടോ സൂചേട്ടാ? അതെ, ഈ ഫോണിന്റെ ബാക്കിൽ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നൊരു മിഷൻ വരുന്നുണ്ട്. അത് വന്നാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ബാക്കിൽ ഇങ്ങനെ വരും കവർ. സൂചേട്ടാ, എനിക്ക് വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്. നല്ല ചെറുക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. വലിയ വരുമാനമുള്ള കടയൊന്നും വേണമെന്നില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ. ശരിയാണ്. മാങ്ങാ ചമ്മന്തി മതിയേ. 7:30. പാവം, നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണോടാ.
നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും പയ്യന്മാരുണ്ടാവും? എടാ എടാ എന്നോട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണു വയ്ക്കാനാ പറയണത്. ഈ ചേട്ടിയുടെ കടയിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഇടത് സുധാകരന്റെ പെങ്ങളാണ്. സുധാകരന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. പിന്നെ കടയുടെ കേസ് ഈച്ചിരിക്കണ കേസൊക്കെ നാളെ കോയമ്പത്തൂർ ഈ പ്രിന്റർ കൊണ്ട് വരുമ്പോഴേക്ക് മാറും മൊത്തം. കോയമ്പത്തൂരാണ് ഞാനും കൂടി ട്രെയിൻ വന്നു തിരിച്ച്. ട്രെയിനാ? ബുള്ളറ്റ് ഉള്ളപ്പോഴാ? എടാ ബുള്ളറ്റിന് പോടാ. നമ്മൾ രണ്ടുപേരും കൂടിയാ. അപ്പൊ ഇവനെ കൊണ്ടുപോണ്ടേ? അവനെ കൊണ്ടുപോകാം. അവനെന്തിനും ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എടാ ഞാൻ മാത്രം വേണ്ടി എടുക്കാം. തമിഴ്നാട്ടിലെ കല്ലും ടെസ്റ്റ് ചെയ്യാം. എന്നാ രാവിലെ പോയേക്കാം. നീ മാത്രം വേണ്ടി എടുക്ക. പ്രായം കൊണ്ടല്ലടാ അപ്പഴത്തെ എടാ നീ നമ്പർ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തത്? ആശാന്റെ നമ്പർ ഞാൻ തെറ്റിക്കും. ഇല്ലടാ, നീ എന്തൊരു സ്പീഡിലാടാ പറഞ്ഞ് ഒന്നും മനസ്സിലായി കാണൂല. ഇല്ല ആശാനെ, ഇതിലെന്താണ്ടൊക്കെ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവളെ പോലത്തെ ഒരു പെങ്കൊച്ചക്ക ആശാനെ പോലത്തെ ഒരു നാറിനെയൊക്കെ പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ചിലപ്പോ ഇനി വല്ല ഇൻഷുറൻസ് ഏജന്റ് വല്ലതും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വല്ല പോളിസിയുടെ കാര്യമൊക്കെ പറഞ്ഞ് വിളിക്കും. ഡേ അവളെന്നെ കണ്ടപ്പോ ചിരിച്ച ചിരി കണ്ട? ആ ചിരിയിലുണ്ടായിരുന്നടാ അവൾക്ക് എന്നോടുള്ള ലവ്. പിന്നെ അത് കണ്ടിട്ട് എനിക്ക് ആശാനെ കളിയാക്കി ചിരിക്കണായിട്ടാ തോന്നിയത്. ഇവൻ ഭയങ്കര നെഗറ്റീവാണ്. ഇങ്ങനത്തെ അവളായിരിക്കോ? ഹലോ ഹലോ പീറ്റർ അല്ലേ? ആ ഞാനാ ചേട്ടൻ്റെ ഷീബ. നമ്മുടെ ബന്ധം അടുത്ത ലെവലിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഓ ഞാൻ വിളിച്ചോളാം. ചക്കര ഉമ്മ. ആയിക്കോട്ടെ. ചക്കര ഉമ്മ. ആരാടത്? എനിക്കറിയാൻ പാടില്ലട്ടാ ആരാണ്. സ്ത്രീയാണല്ലോ. ആണല്ലേ? ഇതെന്താണിത്? വീണ്ടും വീണ്ടും ചിക്സ. അതിനിപ്പോ എന്താണ്? ആശാൻ സുന്ദരനല്ലേ? ചേച്ചി എടാ ഇവള് മറ്റന്നാളിലെ വരാന്ന് പറഞ്ഞ. ഇനി ഇന്നാണ് മറ്റന്നാള്? ഇന്നൊന്നുമില്ല, മറ്റന്നാൾ. എടാ അത് മറ്റന്നേല്ലേ? അത് മറ്റന്നേണ്. പേരെന്തായിരുന്നു അവളുടെ പേര്? ആശാൻ എന്താണ് ഈ ആലോചിക്കണം? അവളൊന്ന് വിളിച്ച് എണീപ്പിക്ക്. എടാ അവളുടെ പേരെന്തായിരുന്നു? ഇവളുടെ പേര് എനിക്കറിയായിരുന്നു. എടാ എന്താണ് ചാവച്ച് എന്താണ്ട് ഒരു പേരായിരുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവളൊന്ന് എണീപ്പിക്ക ആശാനെ. എടാ നമ്മൾ വിശ്വസിച്ച് ഒരു പെണ്ണിറങ്ങി വന്നിട്ട് അവളുടെ പേരറിയില്ലെന്ന് വെച്ചാൽ മോശമല്ലടോ. എന്റെ പൊന്ന് പാച്ച സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓരോ സാധനം മേടിച്ചോണ്ടെന്ന് ഇതൊക്കെ ചുമന്നോട് എടുക്കണേ എന്തൊരു കഷ്ടമാണ്. ഇതാരത്? രാജസ്ഥാനിലെ രാജാവാ. ആ രാര. പാച്ച 2 അടിക്കണ്ട കോയമ്പത്തൂർ വന്നിട്ട് വാ. സൂചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ തന്നെ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ പോവാണോ? പാച്ച ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ ഇന്നാണ് നിന്റെ ചിലപ്പോഴൊക്കെ. വാങ്ങട പാച്ച. ഇനി അടിക്കണമല്ലോ. താങ്ക്സ് ചേട്ടാ. ചിലപ്പോഴൊക്കെട്ടാ. ലാസ്റ്റ് പെക്ക്. ആ സൂചേട്ടാ ഒരെണ്ണം മേടിച്ചാലോ? ചിലപ്പോഴൊക്കെ. ഇതിപ്പോ എത്ര നേരം ആശാനി കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടില്ല. ഒന്നും ശരിയാവില്ല. എന്താണ് ആശാനെ? കെട്ടാമണ പെണ്ണല്ല ആശാൻ. അങ്ങോട്ട് തട്ടി വിളി ആശാനെ.
ചേട്ടനെ പോന്നു. അതിപ്പോ ഞങ്ങള് ജസ്നോ ഇപ്പൊ പറഞ്ഞോളൂ. ആ കുട്ടി പറഞ്ഞോളൂ. കുഴപ്പമില്ല. എടാ ജാഫറാണല്ലോ. ജാഫറെ അണത്തിനിടെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്തോളാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്ക് ജാഫർ. എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര് ഷിബ ബേബി. ബേബി. ആ ബേബി, അതാണ് എന്റെ ഡാഡി, റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ, ബാക്കിയുള്ളവർ വാ. പോരട്ടെ, കമാൺ. ജാഫറെ അവിടേക്ക്. ജാഫറെ എന്താണ് ഇത്? ജാഫറെ, നീയും ഗുണ്ട, ഞാനും ഗുണ്ട. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയുടെ ലൗകിക ജീവിതം തകർക്കാൻ നോക്കരുത്. എന്നെ പൊന്നു ജാഫറെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. ഇവളൊക്കെ കെട്ടി നിന്റെ ജീവിതം വെറുതെ പെയിൻഫുൾ ആക്കണം. അയ്യോ, ഇങ്ങനൊന്നും പറയില്ല എന്റെ ജാഫ്രിക്ക. പറയാതെ പിന്നെ ഇവളെ കെട്ടിക്കഴിഞ്ഞാ ഇവള് പഠിക്കാനാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. അവസാനം വല്ല വയ്യന്മാരോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാ നിന്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടാവട്ടെ. എടാ, അവളെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഓക്കെ, എതിർത്താൽ പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്നെ മൂക്കിടിച്ച് പിടിച്ച് താടി പിടിച്ച് കറക്കി ഞാൻ വലിച്ചെറിയോടാ. നീ ഡയലോഗ് എടുത്തിട്ട് ആക്ഷനിലേക്ക് വാടാ, ആക്ഷനിലേക്ക്. ഇത്രയൊക്കെ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പോവാൻ ജാഫ്രിക്ക. പോട്ടെ ജാഫറെ. ഡാഡി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ നിന്റെ അമ്മയുടെ അയ്യോ, ഡാഡിയുടെ മമ്മി. വെറുതെ ചന്തേ കൂടി ഗുണ്ടായിസം കാണിച്ചാടന്ന് ആശാനെ പിടിച്ച് കൊരങ്ങാക്കി. ഹലോ, അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ. പീറ്ററെ മനസ്സിലായടാ. എന്റെ കുട്ടിയാണോ വെക്കണോ? എന്റെ കുട്ടിയാണോ? എന്റെ വണ്ടി മൊത്തം പോയടാ. അവന്മാർ സ്ഥലമോ നല്ലിടി കിട്ടും. നമുക്ക് പോവാം, വണ്ടി ഇട്. ഹെൽമെറ്റ്, താക്കോല്. ചേട്ടാ, ഈ വഴി എന്നെ പോവാന്നോ? കുഴപ്പമില്ലടാ, അവിടെ നമുക്ക് കത്തിച്ചൂടാ. சும்மா பிரச்சனை பண்ணிட்டு இருக்கீங்க. സൂചേട്ട ഒരാളെ കൊന്നല്ലേ?
ചേട്ടാ ചേട്ടാ കുഞ്ഞായി വരണല്ലോ തോർത്തപ്പോ നമുക്ക് വരണ്ടാർന്നടാ. എടാ സുജിത് കുമാറില്ലേ, അയാൾ വണ്ടി വെച്ചിട്ട് ഞാൻ കൊടുത്തില്ലടാ. അയാൾ പ്രാഗീതാണ്, ഉറപ്പാണ് അയാൾ പ്രാഗീതാണ്. ചേട്ടാ അച്ഛൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. അയാൾ പ്രാഗൂടാ, അയാൾ പ്രാഗിപ്പിരേക്കാണ് ഞാൻ ഇരിക്കുന്നത്. ചേട്ടാ എടാ അമ്മ ചോറിനെ തന്നിട്ട് അച്ചാറില്ലടാ, അത് നമ്മൾ ടച്ചിങ്സ് ആയിട്ട് കഴിച്ചില്ലടാ, അതിന്റെ ശാപോടാ അമ്മ. ചേട്ടാ എടാ അവര് വരൂടാ, അവര് വരും. മായനദിൽ മാത്രം പിടിച്ചോണ്ട് പോയിട്ട് എന്നെ കാട്ടിക്കൊണ്ട് വെടി വെച്ച് കൊണ്ടുകൂടാ. മായാനദിയാ? ചേട്ടാ സൂചേട്ടാ ഇത് പിടിച്ചേ, ചേട്ടാ കരയല്ലേ, സൂചേട്ടാ കരയല്ലേ. ഞാൻ കറിയൂലടാ, ഞാൻ കറിയൂല. ആര് കറിയാണ്? സുഖം പണ്ടേ തീരുമാനിച്ച കറിയുന്നത്. ചേട്ടാ എഴുന്നേറ്റെ, സൂചേട്ടാ എഴുന്നേറ്റെ. താക്കോലും കടി, ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് പോവാം. ബാ ബാ. വേണ്ട ഞാൻ എടുത്തോളൂ വണ്ടി. 95672. എന്താടാ ഇത്? രാജസ്ഥാനിലെ രാജാവ് സാറേ. വിഗ്രഹത്തോലാണോടാ? ഏയ് സാർ, ഇത് പ്ലാസ്റ്റർ പാരിസ് വെച്ച് ഉണ്ടാക്കണാണ് സാർ. അമ്മ സത്യം, ഇവനൊറ്റക്ക് മേടിച്ചാണ് സാറേ. ലൈസൻസ് കൊണ്ടുവാ. ലൈസൻസ് എടുത്തടാ ബാഗിൽ. അയ്യോ എടാ, ലൈസൻസ് ലോഡ് ചെയ്ത് മേടിച്ചില്ലടാ. അയ്യോ എന്ത് ചെയ്യും? എന്താടാ വിളിക്കുന്നു ചെല്ല്. സാറേ ഈ ലൈസൻസ് ഇല്ലാത്തതിന് പിഴ എത്രേ? ബാക്കി എന്റെ പൈസ ഇല്ല, വേണമെങ്കിൽ ചായ അടിച്ചു തരാം. ഇവിടെ ഗൂഗിൾ പേ അല്ലേ ഉള്ളൂ. ചായ കുടിക്കാൻ നല്ല ചൂട് ചായ, ചന്ദ്രന്റെ നല്ല ചൂട് കടികൾ. എനിക്ക് ഈ പ്രശ്നം വയ്യ. എനിക്ക് ഞാൻ പറഞ്ഞ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോവാണ് ഞാൻ. പോലീസ് സൂചേട്ടാ നമുക്ക് ലോഡ്ജിൽ വിളിച്ചിട്ട് അവിടെ പോലീസ്. സൂചേട്ടാ നമുക്ക് ആ ലോഡ്ജിൽ വിളിച്ചിട്ട് അവിടെ പറയണോന്ന്. സുഖച്ചേട്ടാ അവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ചേട്ടാ രണ്ട് ബൂസ്റ്റ്, രണ്ട് എടുത്തോ. അവിടെ പോലീസ് വന്നിട്ടുണ്ടല്ലേ പ്രശ്നമുള്ളൂ. അതെ വേണ്ട കേട്ടോ. അവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് സൂചേട്ടന്റെ ഫോണിൽ നിന്ന് ലോഡ്ജിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. എടുക്കണ ബൂസ്റ്റ് മേടിച്ചില്ലേ പിന്നെന്താ? സൂചേട്ടാ ഹലോ ഹലോ மேரி லோட் தானே? ஆமா மரிலாஜ் தான், சொல்லுங்க. ഞാൻ ലിംഗസ്വാമി பேசுறேன். சின்னலிங்கமா பெரியலிங்கமா? ஒரு ஆவரேஜ் ரூம் இருக்கா? ரூமா? இங்க போலீஸ் பிரச்சனை ஓடிட்டு இருக்குது, அப்புறமா ஃபோன் பண்ணுங்க. ഇത് പിടിച്ചേ സൂചേട്ടാ. സിമ്മൂരി കാട്ടിക്കളഞ്ഞിട്ട് ഫോൺ എടുത്ത് തോട്ടിലിറങ്ങി. അവിടെ മൊത്തം പോലീസാ. കഷ്ടകാലം എല്ലാരും തരാണ്. എന്തൊരു നെറ്റ് ചാർജ് കൂടി ഉണ്ട്, എന്തൊരു നെറ്റ് ചാർജ് ഉറപ്പായിട്ടും. വണ്ടി കയറി. ഇത് നമ്മുടെ നിൽക്കും തോന്നില്ല. വാ നമുക്കൊരു സ്ഥലം വരെ പോവാം. എനിക്കൊരു കൊച്ചനുണ്ട്, തങ്കു. ഓ നിനക്ക് ഈ സമയത്ത് തന്നെ അമ്മായിയുടെ കൊച്ചച്ഛൻ്റെ അടുത്ത് വിരുന്നിനാണോ അല്ലേ? ഞാൻ ജയിലിൽ പോക്കോട്ടെ. സൂചേട്ടാ ഇത് അങ്ങനല്ല, ബിൽഡപ്പ് ഉണ്ട്. തങ്കു കൊച്ചച്ഛൻ. ഞാൻ കുറച്ചു നാൾ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു. ഒരു എക്സ് ഗുണ്ടയാണ്, പക്ഷെ ഇപ്പോ ലീഗൽ കൺസൾട്ടന്റ് ആണ്, നിയമോപദേശകൻ. ലൂപ്പ് ഹോൾസ് കിട്ടാൻ വേണ്ടി സുപ്രീം കോർട്ട് വക്കീൽ വരെ പുള്ളിയെടുത്ത് വരാറുണ്ട്. നമ്മുടെ സുഖിച്ചേട്ടൻ്റെ പ്രശ്നത്തിന് പുള്ളി കറക്റ്റാണ്. ഗുണ്ട ആക്ടിപ്പെടുത്തി നാട് കടത്തിയതാ. പക്ഷെ പുള്ളി കായലിലൊരു ബോട്ടിലാണ് താമസം. കരയിൽ വന്നാലല്ലേ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുള്ളൂ. തങ്കു കൊച്ചച്ഛൻ. എന്നാലും പട്ടീസ് കൊണ്ട് ഒരാളെ തട്ടുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കരം. തങ്കു കൊച്ചച്ഛൻ കേസിന്റെ കാര്യം പറ. കേസിന്റെ കാര്യം 1 മാസം കൊണ്ട് നിന്നെ പോലീസ് പൊക്കും. ഇവനെന്റെ പിൻഗാമിയാവണ്ടോനാ. കറക്റ്റ് സമയത്ത് അച്ഛനവനെ മാറ്റിക്കളഞ്ഞു. കുഴപ്പമില്ല, നല്ല സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ഇട്ടത് ക്യൂ നോട്ടാണോ കെ നോട്ടാണോ? ക്യൂ ആണോ?
കെ ആണോ ഇട്ടത്? അത് ക്യൂ ക്യൂ ആണ്. തങ്കക്കൊച്ച കേസിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കും. എടാ ഇപ്പൊ പഴയതുപോലെ അല്ല, പോലീസ് ഭയങ്കര സ്ട്രോങ് ആ. അവരിത് എപ്പോ പൊക്കിന്ന് ചോദിച്ചാൽ മതി. മാത്രമല്ല നിന്റെ ലൈസൻസ് ബുക്ക് അവിടെ കൊണ്ടുവച്ചിരിക്കല്ലേ? സോറി കേട്ടോ. ക്ലീൻ ആയിട്ട് ചെയ്യണ്ടാ. പിന്നെന്തിനാ ഈ 1 മാസം? എടാ ഈ തട്ടിപ്പോയ പോലെ അഡ്രസ് ഇല്ലാത്തവനാണെങ്കിൽ ഇത് ട്രാഫിക് പോലീസിന്റെ ടേബിളിൽ കിടന്ന് കറങ്ങും. അതിനാ ടൈം. ആ അവിടെ നിന്ന് ക്രൈം സെല്ലിലെത്തും. ക്രൈം സെല്ലിലെത്തിയാ 5 ദിവസം പോലീസുകാരെ നിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേട്ടാ. ലൈസൻസ് എടുത്താല നീ അങ്ങോട്ട് ചെന്ന് പിടി കൊടുത്തില്ലേ 1 മാസം സമയം കിട്ടും. അതിപ്പോ അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അണ്ണാ ടൈമായി. ആ പട്ടി തെണ്ടി കള്ളയവരാതി തറനാറി നായിന്റെ മക്കളെ, നല്ല നമസ്കാരം. അപ്പൊ ഫ്രണ്ട്സ്, എന്നെ നാട് ഘടകടത്തിൽ വീപ്പിളക്കി നടക്കുന്ന പോലീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി തങ്കു വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ, നിങ്ങളെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് പുറകിൽ. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് പിടികളാ പന്നീന്റെ കുഞ്ഞുങ്ങളെ. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ. പോലീസ് പിടിക്കാതിരിക്കാനാണ് മാർഗമില്ലാത്തുള്ളൂ. ശിക്ഷയിൽ അളവ് വരുത്താൻ ഒരു മാർഗമുണ്ട്. സൂപ്പർ ക്ലീഷയാ. ഭ്രാന്ത് അഭിനയിക്കാൻ വല്ലതുമാണോ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. വലിയ ആളെ സൂചിച്ചാ ചേട്ടാ ജസ്റ്റ് ഒന്ന് ബോട്ട് അടിപ്പിക്കാവോ? ഇറങ്ങാനായിരുന്നു. നീന്തൽ അറിഞ്ഞൂടാ. ഈ ലോകത്തിൽ ഏത് അഡ്വക്കേറ്റ് എടുത്ത് പോയാലും നീ രക്ഷപ്പെടില്ല. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, എക്സ്പീരിയൻസാ. ഞാൻ പറഞ്ഞു IPC section 84 an act of a person of unsound mind. Nothing is an offensive which is done by a person who at the time of doing it by reason of unsoundness of mind He's capable of knowing by the nature of it. or that he is doing is either wrong or contradictory to law. Okay. ഞാൻ പണ്ടേ കൺവിൻസ് അല്ലേ സൂചിച്ചാ. തങ്കക്കൊച്ചാ ഇതപ്പോ എവിടുന്ന് കിട്ടും? എടാ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ മതി. പിന്നെ നീ കൊന്നിട്ട് വന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഭ്രാന്ത് ഉണ്ടായിട്ട് മാറിയവർക്ക് ഗവൺമെന്റിന്റെ ഒരു വായ്പാ പദ്ധതി ഉണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ. അത് കിട്ടാനെന്ന് പറഞ്ഞേച്ചാ മതി. അയാൾ പറഞ്ഞിട്ട് ഒക്കെ കേട്ടോ അവിടെ നിൽക്കണം. പറഞ്ഞില്ലെന്നോട്ടാ. വിദ്യുത് മാനസികാരോഗ്യ കേന്ദ്രം പ്രകൃതിയോടിണങ്ങി മനസ്സിനെ കുതിർത്ത് ചികിത്സിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മാനസികാരോഗ്യ കേന്ദ്രം. യോഗാചാര്യൻ വിദ്യുത് മോഹൻ തന്റെ തന്നെ ഓർമ്മയ്ക്കായി തുടങ്ങിയ ഈ ക്ലിനിക്കിന്റെ വളർച്ചയിൽ നിങ്ങളും ഭാഗമാവൂ. ബി മെന്റൽ ബട്ട് നെവർ ബി ജഡ്ജ്മെന്റൽ. എടാ പുള്ളി തരുമോ? തങ്കക്കൊച്ചൻ പറഞ്ഞില്ലേ, അപ്പൊ എന്തായാലും കിട്ടും. വേറൊന്നല്ല, എന്റെ സമയം നല്ല സമയമുള്ള. ശരിയാ സാർ, ഈ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു ലോൺ കിട്ടാൻ വേണ്ടിയാ ചേട്ടന് സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. താങ്ക് യു സാർ, താങ്ക് യു. ഡോക്ടറെ, സുഖുവിന്റെ ജീവിതം ഡോക്ടറോട് ഒന്നും കിടപ്പില്ല. മരണം വരെ. ഇനി മരിച്ചാലും അപ്പോ 10 ദിവസം ചികിത്സയിൽ കഴിയേണ്ടി വരും. അയ്യോ എനിക്കതിന് അസുഖമൊന്നുമില്ല. അസുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ സർട്ടിഫിക്കറ്റ്? സൂചേട്ടാ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചേക്ക്. വീട്ടിൽ പോയിട്ട് അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കോളാം. നീ ചുമപ്പെടുത്തി ഈ പകരത്തിനാരെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, സൂചേട്ട നിൽക്കും, സൂചേട്ട നിൽക്കും. രണ്ടുപേരൊന്ന് മാറുന്നേ. യൂണിഫോം തരാട്ടോ. പോയിക്കോ. ഇതെന്താടാ ഇത്? കുടിച്ചോടാ, പറ്റി പ്രകടിച്ചായി. ഇതെന്തട് പച്ചവെള്ളോ? നീ മരുന്നൊക്കെ എങ്ങനെയല്ലേ, എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായാലോ? എന്ത് റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ. സുഖമില്ലാണ്ടിരിക്കല്ലേ, കുറച്ച് കഴിച്ചാൽ മതി. എടാ നീയൊക്കെ എന്റെ രോഗിനെ പോലെയാണ് കണ്ടേക്കണത്. എടാ എനിക്കൊരു കുഴപ്പമില്ലടാ. പിന്നെ നീ തവിട് കുടിക്കാനാണ് പ്രാന്താശുപത്രി പോയി കിടന്ന്? അതെ,
സൂചേട്ടന് ഒരു ലോൺ കിട്ടാൻ വേണ്ടി ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയതാ. എടാ പാച്ച അങ്ങനെ ഒരു ലോണിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ചുമ്മാ നുണറല്ലേ? എടാ സത്യമായിട്ടും നാളെ ഞങ്ങൾ അപ്ലൈ ചെയ്യും. പാച്ച ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാലല്ലോ ശരീരത്തിന് വന്നിട്ട് പനി പോലെ മനസ്സിൽ വരുന്നൊരു അസുഖം, അത്രേ ഉള്ളൂ. ഞങ്ങളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, നീ അങ്ങനെ കാണണം. പ്രോമിസ്. ഞാനൊരാളെ കൊന്നു. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. സുഖു കേൾക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞെന്ന് പറയാവോ? മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. അതിന് സുഖുന്റെ ജീവിതം ജയിലിൽ ഒരുക്കി തീർക്കണോ? പറ, നിങ്ങൾ പറയടാ. എന്റെ പൊന്നു സുഖു, ഇതിന് നല്ല പാച്ചൻ പറഞ്ഞു തുടങ്ങിയിരുന്നു. പാച്ച ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇനി നിങ്ങൾക്കടയില് സുഖുന്റെ ക്ലാസ്സിൽ സ്ഥാനമില്ല. സൂചേട്ടം സൂചേട്ടം അവന്മാര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ആരും മാറാമുള്ളടാ, സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേ. നീ നോക്കിക്കോ, എനിക്കൊരു പെണ്ണൂലും കിട്ടൂല. കിട്ടും സൂചേട്ടാ, കിട്ടും. ഇല്ലെങ്കിൽ ഞാനൊരു പെണ്ണെ കണ്ടുപിടിച്ച് തരും. ഹലോ, ആ സൂചേട്ടാ എന്റെ അടുത്തുണ്ടല്ലോ. ആ വരാം. പിന്നെന്താ സൂചേട്ടാ, വണ്ടി ഹോസ്പിറ്റലിലോട്ട് എടുത്തോ. സുമയ്ക്ക് എന്തോ പറയണമെന്ന്. എടാ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണേ, ഞാനൊന്നല്ല ഹോസ്പിറ്റലിലോട്ട്. അവിടെ നിറച്ച ആൾക്കാരായിരിക്കൂടാ. പിന്നെ അവിടെ ചുമയും പനിയായിട്ട് വരുന്നവരല്ല, നിങ്ങളെ കാണായിരിക്കും. പാച്ച 5 മിനിറ്റ് ഇട്ടാ. എന്താന്ന് വെച്ചാ പറ, ആൾക്കാരൊക്കെ നോക്കണെന്ന്. ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞോട്ടെ നീ സൂചേട്ടാ. തിരിഞ്ഞ മലന്ന തലൂത്തി എങ്ങനെങ്കിലും പറയുന്നു. താങ്ക് യു. സൂചേട്ടന് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സൂചേട്ടനോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. ഇതൊരു പൂന്തോട്ടത്തിൽ വെച്ച് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. എനിക്ക് സൂചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. തിരിയട്ടെ മോളെ സുമേ, നീ ആരാ? അയ്യോ സൂചേട്ടൻ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ പെങ്ങള്. സുധാകരന്റെ പെങ്ങള്? സുധാകരൻ ആരാ? എൻ്റെ കൂട്ടുകാരൻ. സുധാകരന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. ആരാണ്? പെങ്ങള്. പെങ്ങള്. സൂചേട്ടം നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് ഇനി പെണ്ണ് കിട്ടത്തില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ അവൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് അങ്ങനെ പറഞ്ഞേ? ആരും കിട്ടില്ലെങ്കിൽ പെങ്ങളെ കെട്ടാനിട്ടെ. സുഗുന് ശരിക്കും എടാ കപ്പ പറിക്കാൻ പോയതുകൊണ്ടാ ചട്ടായി വരാത്തെ. എന്തുട്ട് അയാളോട് എന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ വല്ല പ്രസവിച്ചെടുക്കാനോടാ? എന്റെ പൊന്നോ, ഇളകിന്നാ തോന്നണേ ഇവന്. കുഞ്ഞി, ഞാൻ കേട്ടിട്ടാ, ഞാൻ കേട്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ കേൾക്കാതെ പറഞ്ഞു വിടറി. ഒന്നുമില്ലെങ്കിൽ സ്വന്തം ചോരയല്ലേ, എന്തൊന്നും ആടി. അതെ ഇങ്ങോട്ടോ. ആ അവിടെ നിന്നോട്ടെ. ഓക്കെ. എടാ പാച്ച, നീ ഇന്നലെ ഒരു പെണ്ണിനെ സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതാരായിരുന്നടാ? അത് തങ്കു കൊച്ചച്ഛൻ്റെ മോളാ സൂചേട്ടാ. എടാ അതിന് തങ്കു കൊച്ചനൊക്കെ സമ്മതിക്കുവോ? സൂചേട്ടാ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ എന്തായാലും സൂചേട്ടനെ കെട്ടിയാനെ. എടാ നീ അതിന് പെണ്ണല്ലല്ല. ആണാണെങ്കിലും എനിക്ക് സമ്മതോ. എടാ നീ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചുമ്മാ പറഞ്ഞാ സൂചേട്ടാ. പക്ഷെ എന്റെ പാച്ച വെറുതെ മനുഷ്യനെ ടെൻഷൻ ഒന്ന് പോയടാ. അമ്മച്ചി
വീട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ വെച്ചേക്ക്. എല്ലാവരും കേട്ടോ മുത്തശ്ശിയുടെ തിമിരത്തിന്റെ ഓപ്പറേഷന് പോവാ. വയസ്സാങ്കാത്തി പാത്തിന്റെ കണ്ണൂത്തി കയറണോ? കുട്ടിക്കീഴല്ലടാ ടീച്ചറാ. മോനെ, ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചേക്ക് പോണേൽ അമ്മക്ക് വിഷമമുണ്ട്. നീ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. നിങ്ങൾ അതൊന്നും പറഞ്ഞ രോഗിയായി കാണരുത്. എന്റെ കുഞ്ഞായി അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. Correct. അത് തന്നെ ഞാനും പറയാൻ വന്ന്. ആ എല്ലാരും ഇറങ്ങിക്കോ, വേഗം പോവാം. ടീച്ചറാന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് കുട്ടിക്കീഴോടാ. അതെ, സൊസൈറ്റിയിലെ ആധാരം പണയത്തിലാണ്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ എന്തുദ്ദേശിച്ചാലും ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്താ സുഖു? ആ സുഖു, എന്റെ വണ്ടി 2 ദിവസമായിട്ട് ഭയങ്കര കംപ്ലൈന്റ്. സ്റ്റാർട്ടൊന്നും ആവണില്ല. നന്നാക്കാൻ കൊടുത്തില്ലേ? ആ നന്നാ കൊടുത്തുണ്ട്. 2 ദിവസത്തിൽ കിട്ടും. അതുവരെ നിന്റെ വണ്ടി ഒന്ന്. എൻ്റെ വണ്ടി ആർക്കും കൊടുക്കാറില്ല, നിനക്കറിയാലോ. ഓഹോ, ഇത്രയൊക്കെയായിട്ടും എത്രയൊക്കെയായിട്ടും വണ്ടി എന്തുകൊണ്ടാ? നിനക്കിനൊന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? എനിക്ക് ലൈൻസെറ്റ് ആയിരുന്നു. അവിടുന്ന് രാത്രി വീട്ടിലേക്ക് എല്ലാം വേണ്ടിട്ടുണ്ട്. കുഞ്ഞായി, നിന്റെ കല്യാണമല്ലോ അടുത്ത വർഷം. കല്യാണമൊക്കെ അടുത്ത വർഷോടാ. മനുഷ്യനാണോടാ ആദ്യം, എന്നിട്ടുണ്ടൊക്കെ കല്യാണം. നിന്റെ ഒന്ന് കള്ളവടിക്ക് കാവലിക്കാൻ എന്നെ കിട്ടൂല. ഇവിടെ വീട്. എടാ, ഇവിടെ എന്തോ പരിപാടി കിടക്കണ്ടല്ലോ. പന്തലൊക്കെ ഇട്ടുണ്ട്. അവളുടെ വീട് അടുത്തെങ്ങനെ വേണം? അടുത്തെങ്ങല്ല, അത് തന്നെയാ. നാളെ അവളുടെ കല്യാണം. അവളുടെ വീട്ടിലാണ് കല്യാണം. എടാ കോപ്പ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ സീനൗട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്നെക്കാ നന്നായിട്ട് അവക്കറിയില്ലേ? എന്തെങ്കിലും കൊണവളെ വരാൻ പറയൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൗണ്ട് അടിച്ചിട്ട് 1/2 മണിക്കൂർ പോരാ. അതൊന്നും പറ്റില്ല. കല്യാണം ഇവിടെ എന്തേലും പറ്റിയാലേ എനിക്കതല്ല ഉള്ള. എടാ, നിനക്ക് 4 കിട്ടണോടെ, എന്നാലും നീ പട്ടിക്കോളൂ. രാവിന്റെ കാവൽക്കാരനാം മിന്നാമിനിങ്ങേ, നിനക്ക് കാവൽ ഞാൻ നിൽക്കട്ടെ.